സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി വീണ്ടും ഡിജിപി ജേക്കബ് തോമസ്. അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ പറയുന്നത് അനുസരിക്കേണ്ട ബാധ്യത സർക്കാർ ഉദ്യോഗസ്ഥർക്കില്ല. അഴിമതി ഇല്ലാതാക്കാൻ സർക്കാർ ഓഫീസുകളിൽ ക്യാമറ വയ്ക്കുന്ന സുതാര്യ കേരളം പദ്ധതി ചെപ്പടി വിദ്യയാണെന്നും ജേക്കബ് തോമസ് പരിഹസിച്ചു. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഒളിയമ്പുകളുമായാണ് ഡിജിപി ജേക്കബ് തോമസ് രംഗത്ത് വന്നത്. ഓഫീസുകളിൽ ക്യാമറ വെച്ച ശേഷം അഴിമതി നടക്കുന്നില്ലെന്ന് പറയുന്ന സുതാര്യ കേരളം ചെപ്പടി വിദ്യയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അഴിമതി ഇല്ലാതാക്കാൻ കേരളം മുഴുവൻ ക്യാമറകൾ വെക്കേണ്ടി വരുമെന്നും ജേക്കബ് തോമസ് അഭിപ്രായപ്പെട്ടു. ഒരു വെബ് ക്യാം വെച്ചിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ, അതുകൊണ്ട് ഇനി മുതൽ മൊത്തം സുതാര്യ കേരളമാണ് എന്നൊക്കെയുള്ള പാലിയേറ്റീവായിട്ട്, അതായത് ഫീൽ ഗുഡിന് വേണ്ടിയിട്ട്, അത് വളരെ നെഗറ്റീവായിട്ട് കറപ്ഷൻ പ്രോത്സാഹിപ്പിക്കുക മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ബെനിഫിറ്റ് ഫ്രെയിമിങ്ങിലുള്ള ചെപ്പടി വിദ്യകൾ. അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ രാഷ്ട്രീയക്കാർ പറഞ്ഞാൽ സർക്കാർ ജീവനക്കാർ അനുസരിക്കേണ്ടതില്ലെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു MP തിരുവനന്തപുരത്ത് പ്രസംഗിച്ചു. ഞങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന ജനങ്ങളുടെ പ്രതിനിധികൾ ഞങ്ങളാണ് സുപ്രീം ഡെമോക്രസിയിൽ ആണ്, അതിനാർക്കും തർക്കമില്ല. ഞങ്ങൾ ആദ്യം പറയുമ്പോൾ നിങ്ങൾ അനുസരിച്ചില്ലെങ്കിലും ആദ്യം കുഴപ്പമില്ല, രണ്ടാമത് പറയുമ്പോൾ നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. പക്ഷെ ഞാൻ പറയുന്നു, രണ്ടാമതല്ല 100 പ്രാവശ്യം പറഞ്ഞാലും അനുസരിക്കാൻ പാടില്ല. ഇറ്റ് ഈസ് ഇല്ലീഗൽ. എറണാകുളം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച അഴിമതിയും മാധ്യമ ജാഗ്രതയും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു ജേക്കബ് തോമസ്. റിപ്പോർട്ടർ, കൊച്ചി.